സ്പെയിനിന്റെ ലോകകപ്പ് നേട്ടത്തിൽ മതിമറന്ന ആരാധകർ. അവസാന നിമിഷം വരെ ഉദ്യോഗം നിറഞ്ഞ മത്സരത്തിൽ അർജന്റീനയുടെ ആരാധകരെ കൂടി മനം കവരുന്ന പ്രകടനമായിരുന്നു സ്പെയിനിന്റേത്. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒടുവിൽ ലോക കിരീടം സ്പെയിനിന് സ്വന്തമായിരിക്കുന്നു. ഏറ്റവും ആദ്യാവസാനം മുതൽ തന്നെ സമ്പൂർണ്ണ ആധിപത്യം തന്നെയായിരുന്നു സ്പെയിൻ കളിയിലുടനീളം, ഈ ഫൈനൽ മാച്ചിലുടനീളം കാഴ്ചവെച്ചത്. ഒരിക്കൽ പോലും സ്പെയിനിന്റെ ഗോൾ മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഉയർത്താൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ ഒരു ബ്രസീൽ ആരാധകനാണ്. ആക്ച്വലി ഞങ്ങളെല്ലാം ബ്രസീലിന്റെ ഫാൻസാണ്. പക്ഷേ ഈ ഫൈനൽ വന്നപ്പോഴേക്കും ഞങ്ങള് ഒരു ഗ്രൂപ്പ് സ്പെയിനിന് സപ്പോർട്ടായി. അതിന്റെ ഫലമാണ് കാണുന്നത്, അതിന്റെ വിജയാരാധനമാണ് കാണുന്നത്. ഇന്നത്തെ മത്സരം ഒരു സ്പെയിനിന്റെ ഗോൾ മുഖത്ത് ഒരു വെല്ലുവിളി പോലും സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞ് ഇന്നത്തെ കളി സ്പെയിനാണ് കളിച്ചത്. കാരണം ഷൂട്ട് ഓൺ ടാർഗറ്റ് സ്പെയിൻ 22ഉം അർജന്റീന 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ മനസ്സിലായി സ്പെയിനിന്റെ കളി എന്താണെന്ന്. അർജന്റീന സത്യം പറഞ്ഞാൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഞാൻ അർജന്റീന ഫാനാണ്, പക്ഷെ നല്ലൊരു ഗെയിമായിരുന്നു. അവർക്ക് അർഹിച്ച വിജയം തന്നെയായിരുന്നു. തീർച്ചയായും സ്പെയിൻ അർഹിച്ച വിജയമായിരുന്നു. അത് അവർ നേടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഗോളൊക്കെ അടിക്കേണ്ടതാണ്. അത് അർജന്റീനയുടെ ഗോളിയുടെ മാർട്ടിനസിന്റെ പ്രകടനം എങ്ങനെയുണ്ട്? മാർട്ടിനസിന്റെ പ്രകടനം നന്നായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ ഒരു 3-0 സ്പെയിൻ ജയിച്ചേനെ, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ കൂടിയിരിക്കുന്നത് സാമ്പാർ മുന്നണിയാണ്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഇതൊരു തോൽവി. പക്ഷെ ഇത്രയും മികച്ചൊരു ടീമിനെ ഈ ഫുൾ ടൈം പിടിച്ചു നിർത്താൻ അർജന്റീനയ്ക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു അത് വളരെ ശക്തമാണ്. കാരണം ഏകദേശം 62ാമത്തെ മിനിറ്റിൽ ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടും അർജന്റീന ഇത്രയും നേരം അവരെ പിടിച്ചു നിർത്തി. അത് നല്ലൊരു ഗെയിമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിന്റെ വലിയൊരു സൗന്ദര്യമാണ് നമുക്ക് ഇന്നത്തെ ഫൈനലിൽ കാണാൻ സാധിച്ചത്. നമുക്കിതാ കുറച്ച് കുട്ടി ആരാധകർ നമ്മളൊപ്പം ചേരുകയാണ്. അർജന്റീന ഫാൻസ് ആയിരുന്നു. നിരാശയുണ്ടോ? ജയിക്കുന്ന പ്രതീക്ഷയില്ല. അവസാനം മെസ്സി ഒരു ഗോൾ തിരിച്ചടിക്കുമെന്നായിരുന്നോ പ്രതീക്ഷ? പറയുമ്പോൾ ചേട്ടാ, നല്ല സ്പിരിറ്റുള്ള കളിയായിരുന്നു. സൂപ്പർ കളിയായിരുന്നു. സ്പെയിൻ തന്നെയാണ് മുൻഗണന, സ്പെയിൻ തന്നെയാണ് വിന്നറും. എനിക്ക് തോന്നുന്നു ഈ അർജന്റീന ഫാൻസ് എല്ലാവരും ഈ തോൽവി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. കാരണം മികച്ച കളി തന്നെയായിരുന്നു സ്പെയിനിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അർഹിച്ച വിജയത്തിലേക്ക് സ്പെയിൻ കടന്നു കയറിയിരിക്കുന്നു. എക്സ്ട്രാ ടൈമിൽ അധിക സമയത്തിൽ നേടിയ ഒരു ഗോളിന്റെ ആധിപത്യം, ആ ഒരു ഗോള് മടക്കി നൽകാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ആ പരമാവധി ശ്രമിച്ചെങ്കിലും അത് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല അർജന്റീനയ്ക്ക്. അല്ലെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ അർജന്റീന ഫാൻ എന്തോ ഇവരെല്ലാം കളിയാക്കുവാണോ? അവന്മാരെ അഹങ്കാരം തീർന്നില്ല. അവന്മാരും മിണ്ടില്ല. അർജന്റീനക്കാര് അവന്മാർക്ക് 0 ഷോട്ട് ഉണ്ടാക്കാനാണ്. സത്യം പറഞ്ഞാൽ അർജന്റീന ഫാൻസിനെ എതിരെ സംസാരിക്കാൻ, ഒരു തോൽവി കൊണ്ട് എതിരെ സംസാരിക്കാൻ മറ്റ് ഫാൻസുകൾക്ക് ഒരു അവസരം ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ ഫൈനലിൽ അർജന്റീന അടിയറവ് പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ നേടിയ ലോക കിരീടം കൊണ്ട് മുൻ ലോക ചാമ്പ്യന് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ ടൂർണമെന്റിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. ഏതായാലും മെസ്സിക്ക് വീണ്ടും ഒരു കപ്പില്ല, കഴിഞ്ഞ കപ്പ് കൊണ്ട് തൃപ്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഏതായാലും എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഏറ്റവും ആവേശപൂർണമായ ഓരോ നിമിഷവും, ഏറ്റവും അവസാന നിമിഷവും ആവേശം അലതല്ലുന്ന ഒരു വേൾഡ് കപ്പ് സീസണ് ഇപ്പോൾ സമാപനം കുറിച്ചിരിക്കുകയാണ്.